ഇതെങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇന്നലെ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞിരുന്നു. നിങ്ങളത് കേൾക്കാത്ത പോലെ 4 പ്രാവശ്യം അതേ ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഐ ഹവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റുന്നത്? 4 പ്രാവശ്യമാണ് കൂട്ടുന്നത്. ഓരോ പ്രാവശ്യം കൂട്ടുമ്പോഴും ഇത്ര % കുറയ്ക്കുമെന്നും പറഞ്ഞൊരു ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇത് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ പ്രാവശ്യമാണ് ഇത് കൂട്ടിയത്. അല്ലല്ല, വെയിറ്റ് ലെറ്റ് മീ കൺക്ലൂഡ് പ്ലീസ്. 4 പ്രാവശ്യം കൂട്ടി. ഇത് ഇനി നാളെ കൂട്ടുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇതിന് നമുക്കൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം വേണ്ടി, ഒരു തീരുമാനം എടുക്കുമ്പോൾ എത്ര രൂപയാണ് കൂട്ടിയിരിക്കുന്നത്, അത് കൺസ്യൂമറിന്റെ മീതെയുള്ള ഇമ്പാക്റ്റ് എന്താണ്, നമ്പർ 1. നമ്പർ 2, സ്റ്റേറ്റ് എക്സ്ചക്കറിൽ കൂടുതൽ പൈസ വരുമോ, എന്താണ് നമ്മൾ നോക്കണ്ടേ, പരിശോധിക്കണ്ടേ? ഒരു കണക്കില്ലാതെ എങ്ങനെ ഒരു തീരുമാനം എടുക്കണം? കൊട്ടക്കണക്കെടുത്ത് തീരുമാനം എടുക്കാൻ പറ്റുമോ? അല്ല, അദ്ദേഹം പറയണ്ടേന്ന്. അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലത്. രൂപ അല്ലെന്നേ വർദ്ധിച്ചത്. അത് നിങ്ങൾ പഴയ കണക്കാണ്, ഒന്നുകൂടി വായിച്ചു നോക്ക്. അതിൽ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. പറഞ്ഞല്ലോ, മറുപടി കൃത്യമായിട്ട് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങളുടെ ചോദ്യത്തിന് പറ്റില്ലല്ലോ നമുക്ക്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചതും ഭാഗ്യമായിട്ടുള്ള ചില വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായത്. ഒന്ന് വയനാട് തുരങ്കപാതയാണ്. അതങ്ങ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഇത് പാരിസ്ഥിതിക പ്രശ്നം വെച്ച് എതിർത്താവുന്നതാണ്. അല്ല, നിങ്ങൾ അതിന്റെ ഫുൾ പ്രസംഗം കേട്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വന്നതേ കേട്ടിട്ടുള്ളൂ. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ തുരങ്കപാത നടത്താൻ സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അതിനെയാണ് കട്ട് ചെയ്ത് തുരങ്കപാത സമ്മതിക്കില്ല എന്നാക്കിയത്. ഏത് സോഷ്യൽ മീഡിയയിലെ മാനിപ്പുലേഷനാണ്. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ വയനാട് പോലത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തുരങ്കം ഉണ്ടാക്കാൻ സമ്മതിക്കാമോ? പാടുമോ? പിന്നെ ഒരു ഗവൺമെന്റ് എന്ന് വെച്ചാൽ അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ കണ്ടിന്യൂവേഷനാണ്. തുടങ്ങി വെച്ച പദ്ധതികൾ വഴിയിൽ ഉപേക്ഷിച്ച് കാശ് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ എന്തെങ്കിലും വിമർശനം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ വിമർശനം കാര്യഗൗരവത്തോടു കൂടിയുള്ള വിമർശനമാണ്. അത് പരിശോധിച്ച് വേണ്ട രീതി ചെയ്യും. അപ്പൊ ശരി, ഇത്രയും മതി. ഇതൊക്കെ വളരെ കൂടുതലാണ്.